ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി നമ്മളിതിനൊരു നമ്മുടെ ടീം തന്നെ ഞങ്ങളൊരു ലുക്ക് ടെസ്റ്റ് ചെയ്യും. പിന്നെ മനസ്സിലായി ഇത് അർജുനെ പോലത്തെ ഒരു സ്കിൻ ടോണുള്ള ആൾക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും. പിന്നീട് ആ ലുക്ക് ടെസ്റ്റ് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സെയിം ടോണിലുള്ള എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഏകദേശം ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയത് എന്ത് ടോൺ എന്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ടോൺ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ കുറേ സെർച്ച് ചെയ്തു. അപ്പോഴൊക്കെ ഈ സ്കിന്ന് കളർ മാറുക മാത്രമല്ല, അവിടെ വരുന്ന ഇവരുടെ ഹെയർ ഗ്രോത്ത്, അതിൻ്റെ ലെങ്ത്ത്, പിന്നെ അതിൻ്റെ കളറ് അത് വൈറ്റ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പുകൾ നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കി. അവസാനമാണ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ നമുക്കിത് ഡെയിലി ഇതിൻ്റെ ഹെയറിൽ കളർ ചെയ്യുക. അപ്പോൾ അർജുൻ പറഞ്ഞു എന്തായാലും ഞാൻ 10 സിനിമയ്ക്കാണല്ലോ നിൽക്കുന്നത്, ഞാൻ ഹെയർ തന്നെ ഞാൻ കളർ ചെയ്തേക്കാം, അപ്പോൾ കുറച്ചുകൂടി നാച്ചുറലായിട്ട് കിട്ടും നമ്മുടെ കളർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി. അങ്ങനെ നമ്മൾ ഈ സ്കെച്ച് ആ മാർക്ക് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ആ ഹെയറിൽ താടിയുടെയും ഈ ഐബ്രോസൊക്കെ നമ്മൾ വൈറ്റ് കളർ തന്നെ ചെയ്തു. അത് സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ പഴയ രൂപത്തിലാക്കിയത്.